എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് SCERTയിലെ ബോക്സുകളുടെ ഒരു സീരീസ് ആണ് അല്ലേ. SCERTയിൽ നിന്ന് ബോക്സുകളായിട്ടുള്ള സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതുപോലുള്ള നിരവധി ബോക്സുകൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. ഇതെല്ലാം പരീക്ഷയ്ക്ക് പെട്ടെന്ന് ചോദ്യം ഇടുന്ന ഒരു വ്യക്തിക്ക് ഇത് നോക്കിയാണ് പെട്ടെന്ന് ചോദ്യങ്ങൾ ഇടുന്നത്. അതുകൊണ്ട് എന്താ നമ്മൾ ഇന്ന് മുതൽ ഈ ബോക്സുകളൊക്കെ പഠിക്കാൻ പോവുകയാണ്. ആദ്യമേ എടുക്കുന്നത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് നേരെ നോക്കാം. ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് ശ്രീരംഗപട്ടണത്തെ പറ്റിയാണ്. ഓക്കെ, ഞാൻ ഓരോ ബോക്സ് പറയും, അതിൻ്റെ ഒരു അനിമേഷൻ വീഡിയോയുടെ കാണിക്കും. നിങ്ങൾക്ക് സെറ്റാവും. ഈ ഒരു ക്ലാസ് കാണുമ്പോഴത്തേന് 100% ഇതിനകത്തുള്ള ബോക്സിലുള്ള ഓരോ വിവരങ്ങളും കൃത്യതയോടെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീരംഗപട്ടണത്തെ പറ്റിയാണ്. 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792, കൃത്യമായിട്ട് ഈ വർഷം ഓർക്കുക, മാർച്ച് 18-ന് മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് എന്താണ്, ടിപ്പുവിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഈ 2 പോയിന്റ് ഒന്ന് ഓർക്കുക. നമ്മൾ മലബാർ മാത്രമേ പഠിക്കൂ. കൂർഗ് എന്ന് പറയുന്ന പ്രദേശവും ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഈ കാര്യം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ? നമുക്കിനി അനിമേഷൻ നോക്കാം. ഓക്കെ, ഏത് വർഷമാണ് ശ്രീരംഗപട്ടണം വന്നത്? 1792. സോ സെറ്റാണല്ലോ, 1792. ഇനി ഏതാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 18-ന് ഒപ്പുവെച്ചു. എന്തായിരുന്നു കാരണം? 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് അല്ലേ. ഇനി ഒപ്പുവെച്ച ആരൊക്കെയാണ്? ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമാണ് ഒപ്പുവെച്ചത്. ഇനി ഒപ്പുവെച്ചതിന്റെ ഫലമായിട്ട് എന്താണ് ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? മലബാർ, കൂർഗ് പ്രദേശങ്ങൾ ലഭിച്ചു. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഉണ്ടെങ്കിലേ എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനമാവൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാർണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ രാജപ്രമുഖർ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചിരുന്നു. ഈ കാര്യമൊന്നും കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ. പുതിയ SCERT ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങളാണ്, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ പഠിച്ച കാര്യത്തിന്റെ അനിമേഷൻ ഒന്ന് നോക്കാം. എന്താണെന്ന് നോക്കാം. 1800-കളിലെ പാലിയത്തച്ഛന്റെ കാര്യമാണ് പറയുന്നത്. പാലിയം എന്ന നായർ തറവാട്ടിലെ കാർണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. ഇനി എന്താണ്? കൊച്ചി രാജ്യത്തിലെ രാജപ്രമുഖർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത് പാലിയത്തച്ഛന്മാരായിരുന്നു. മനസ്സിലായോ? പാലിയത്തച്ഛന്റെ കാര്യത്തെക്കുറിച്ച് കൃത്യതയോടെ പഠിക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. കുണ്ട്ര വിളംബരമാണ്. ഈ കുണ്ട്ര വിളംബരം നടന്ന വർഷം നോക്കുക. 1809 ജനുവരി 11-നാണ് കുണ്ട്ര വിളംബരം നടന്നത്. സോ എവിടെ വെച്ചായിരുന്നു? തിരുവിതാംകൂറിലെ കുണ്ട്രയിൽ വെച്ചായിരുന്നു. ഈ കുണ്ട്ര വിളംബരം എന്തിനു വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരം ഒരുക്കാനായിട്ട് വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരമാണ് കുണ്ട്ര വിളംബരം എന്നറിയപ്പെടുന്നത്. നോക്കണേ, ഇനി ഇവിടുത്തെ കൊല്ലവർഷത്തോടെ കൃത്യതയോടൊന്ന് പഠിക്കേ. എന്നാണ്? 948 മകരം 1 948 മകരം 1. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുമെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും അതുപോലെ തന്നെ ദേശസ്നേഹികളും ആയുധം എടുത്ത് പോരാടണമെന്നാണ് ഈ ഒരു കുണ്ട്ര വിളംബരത്തിലെത്ത് വേലുത്തമ്പി ദളവ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലായെങ്കിൽ നമുക്ക് അതിന്റെ അനിമേഷനോടൊന്ന് പഠിക്കാം. ഓക്കെ, നോക്കാം. കുണ്ട്ര വിളംബരം നടന്നത് 1809. കൃത്യതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ 1809 ജനുവരി 11-നാണ്. കൊല്ലവർഷം 948 മകരം 1-നാണ്. ഇനി പുറപ്പെടുവിച്ച സ്ഥലം എവിടെയാണ്? കുണ്ട്രയിലാണ്. പുറപ്പെടുവിച്ചത് ആരാണ്? നമ്മുടെ തിരുവിതാംകൂറിന്റെ ദളവയായ
വേലുത്തമ്പി ദളവയാണ്. ഇനി എന്തായിരുന്നു ലക്ഷ്യം? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരം ആഹ്വാനം ചെയ്യുകയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ കൊള്ളയടിക്കുമെന്ന് ആരോപിച്ചു. ഈ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന് ആഹ്വാനം ചെയ്തതും എന്താണ്? വേലുത്തമ്പി ദളവ ആ ഒരു വിളംബരത്തിലൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കേരളത്തിലെ പോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിലെ ശ്രദ്ധേയമായിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണെന്ന് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാ? സി ശങ്കരൻ നായരും അതുപോലെ ബാരിസ്റ്റർ GP പിള്ളയും. ഓക്കെ, സി ശങ്കരൻ നായർ നമുക്കറിയാം, നമുക്ക് INC സമ്മേളനവുമായി ബന്ധപ്പെട്ട് അമരാവതിയിലെ പ്രധാനപ്പെട്ട അധ്യക്ഷനായിരുന്നു അല്ലേ, 1897 അല്ലേ. സോ ആ കാര്യം മനസ്സിലാക്കുക. എന്താണ് മലയാളി മെമ്മോറിയലോ ഈഴവ മെമ്മോറിയലിന്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സ് ഒന്ന് പഠിക്കാം. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന് വാദിച്ച അല്ലെങ്കിൽ കൊടുത്ത മെമ്മോറമാണ് മലയാള മെമ്മോറിയം. അപ്പൊ തിരുവിതാംകൂറിലെ സർക്കാർ ജോലിക്ക് ആര് വേണം കൂടുതലായിട്ട്? തിരുവിതാംകൂർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി എന്നാണ് ഈ ഒരു ജനങ്ങൾ ഒപ്പിട്ടിട്ട് മഹാരാജാവിന് ഈ ഒരു മെമ്മോറാണ്ടം കൊടുത്തത്? 1891 ജനുവരി 1 ആ വർഷം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നേതൃത്വം വെച്ചത് ആരാ? ബാരിസ്റ്റർ GP പിള്ളയാണ്. എന്താണ് ഈഴവ മെമ്മോറിയൽ? സർക്കാർ ജോലിയിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന് വാദിച്ചതാണ് അല്ലേ. ഇതിനി എന്നാണ് സമർപ്പിച്ചത്? കൃത്യമായിട്ട് ഓർക്കുക, 1896 സെപ്റ്റംബർ 3. ഈ ഡേറ്റ് ഓർത്ത് വെക്കണേ, 1896 സെപ്റ്റംബർ 3. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? നമ്മുടെ ഡോക്ടർ പൽപ്പു ആണ്, P. പൽപ്പു എന്ന് പറയാം. ഓക്കെ, കൃത്യതയോടെ മനസ്സിലാക്കണേ. ഇനി നമുക്ക് നമ്മൾ പഠിച്ച കാര്യമാണ് മലയാളിയായിട്ടുള്ള 2 പേര്, സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയും. ഓക്കെ, വയനാട്ടിലെ വർഗക്കാരായിരുന്നു കുറച്ചരും കുറുമ്പരും എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പഴശ്ശിയെ സഹായിക്കുമായിരുന്നു. അപ്പൊ ഈ പഴശ്ശിയെ സഹായിച്ചുകൊണ്ട് ഇവരെ എന്താക്കി? ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ട് കണ്ടു. ഇനി അതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികളാണ് ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു, പരമ്പരാഗത കൃഷി രീതികൾ തുടരാൻ അനുവദിച്ചില്ല, അതുപോലെ നികുതിക്കായിട്ട് സാധനങ്ങൾക്ക് പകരം പണം. ഇവരെന്താണ് ചെയ്തത്? വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കുകയും പ്രാദേശിക സഹായങ്ങൾ തേടിയെടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര ജനത പോരാടാൻ തുടങ്ങി. അതിന് നേതൃത്വം നൽകിയതാരാ? രാമനമ്പി അഥവാ രാമൻ മൂപ്പനായിരുന്നു പ്രധാനപ്പെട്ട നേതാവ്. അടുത്ത പോയിന്റ് നമ്മൾ SCERT വായിച്ചില്ലെങ്കിൽ കിട്ടത്തില്ലേ. സുൽത്താൻ ബത്തേരി മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. ഈ പോയിന്റ് നമ്മൾ പഠിക്കണം, ഈ ടെക്സ്റ്റ് വായിക്കാതെ കിട്ടത്തില്ല. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ടു. കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറച്ചേർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ഈ കാര്യം ഇവിടെ ടെക്സ്റ്റ് വായിക്കണേ, എന്നാലേ കിട്ടൂ. നോക്കാം. ഇനി അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രത്തെ പറ്റിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപനായിരുന്നു K. രാമകൃഷ്ണ പിള്ള. സോ ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളും അഴിമതിയും പത്രത്തിൽ അദ്ദേഹം തുറന്നെഴുതി. അങ്ങനെ തിരുവിതാംകൂർ ദിവാനായിരുന്ന P. രാജഗോപാലാചാര്യ, ഓർക്കുക ഇൻഷ്യലും തെറ്റിപ്പോലെ, P. രാജഗോപാലാചാര്യയെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര തന്നെ അദ്ദേഹം പത്രത്തിലൂടെ എഴുതി. അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് എന്ത് ചെയ്ത്? നാട് കടത്തി അല്ലേ, നാട് കടത്തിയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. ഏത് വർഷം? 1910. 1910. സോ നമുക്ക് അതിന്റെ ഒന്ന് കൃത്യതയോടെ ഒന്ന് അനിമേഷനിലൂടെ പഠിക്കാം. നോക്കാം, ഏത് വർഷമാണ് ഈ സ്വദേശാഭിമാനി പത്രം നാട് കടത്തിയ വർഷം എന്നാണ്? 1910 അല്ലേ, 10. സോ ഇതിന്റെ ഉടമ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പത്രാധിപരായിരുന്നു? K. രാമകൃഷ്ണ പിള്ളയാണ്. സോ എന്തിനു വേണ്ടിയായിരുന്നു? P. രാജഗോപാലാചാര്യ, അന്നത്തെ ദിവാനായിരുന്ന P. രാജഗോപാലാചാര്യയെ വിമർശിച്ചതിനെ തുടർന്നാണ് എന്ത് ചെയ്ത്? അദ്ദേഹത്തിനെ നാട് കടത്തുകയും തിരുവിതാംകൂറിൽ ഈ ഒരു പത്രം നിരോധിക്കുകയും ചെയ്തു. ഓക്കെ, കാര്യം കൃത്യതയോടെ മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് അടുത്തതിലേക്ക് വരാം. ഗാന്ധിജിയുടെ കേരളത്തിലെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 1920 ഓർക്കുക, 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം എവിടെ എത്തി? കോഴിക്കോട് എത്തി.
സോ ഇത് ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനമായിരുന്നു. കൃത്യതയോടെ മനസ്സിലാക്കണേ, ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനമായിരുന്നു. ഈ ഒരു സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞ് നമ്മൾ വ്യത്യസ്ത മതത്തിലുള്ളവരാണ്, അതുകൊണ്ട് എന്താണ് നമ്മൾ നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണ്, അതുകൊണ്ട് എല്ലാവരും വ്യത്യസ്ത മതമാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞു കേട്ടോ. സോ ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ പഠിച്ച കാര്യം ഒന്ന് അനിമേഷനിലൂടെ പഠിക്കാം. നോക്കാം, ഗാന്ധിജി വന്ന എന്നാണ് 1920 എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ സന്ദർശനമാണ്. എന്തായിരുന്നു കാരണം? ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? മൗലാന ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു കൂടെ. എന്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. ഇനി എവിടെയാണ് എത്തിയത്? അത് കൃത്യതയോടെ മനസ്സിലാക്കുക. കോഴിക്കോടാണ് എത്തിയത്. ഗാന്ധിജി ആദ്യമായിട്ട് എവിടെയാണ് എത്തിയത്? കോഴിക്കോടാണ് എത്തിയത്. കോഴിക്കോട്. സോ എന്താണ് പറഞ്ഞത്? ഇന്ത്യക്കാര് മതഭേദമില്ലാതെ ഒരു മാതൃഭൂമിയുടെ സന്തതികളാണെന്ന്. അപ്പൊ ഈ ജനങ്ങളെടുത്ത് പറഞ്ഞു അല്ലേ, ജനങ്ങളെടുത്ത് ഈ ഒരു കാര്യം കൃത്യതയോടെ ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് വരാം. നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. ഈ കാര്യങ്ങൾ കൃത്യതയോടെ ഒന്ന് മനസ്സിലാക്കണേ. പൂക്കോട്ടൂരെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഇതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ എന്ത് ചെയ്ത്? ഏറ്റുമുട്ടി. ഇത് മലബാർ കലാപത്തിലെ പ്രധാന സംഭവങ്ങളായിരുന്നു. ഇനി അതുപോലെയാണ് വാഗൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. മലബാർ കാലത്തുണ്ടായിരുന്ന ദാരുണ സംഭവമാണിത്. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്ന് മലബാറിലേക്ക് മലബാറിലുള്ള തിരൂരിൽ നിന്ന് മലബാറിലേക്കുള്ള ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീവണ്ടിയിൽ കയറ്റി വിടുന്നു അല്ലെ. തീവണ്ടിയിൽ വെളിച്ചമോ വെള്ളമോ വായുവോ ഒന്നും ഇല്ലാതെ കുറെ പേര് മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. സോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഒന്ന് കൃത്യതയോടെ ഒന്ന് പഠിക്കാം. ഓക്കെ, സംഘർഷം നടന്ന സ്ഥലങ്ങൾ ഏതാ? തിരൂരങ്ങാടി, പൂക്കോട്ടൂര്, പാണ്ടിക്കാടാണ്. സോ എന്തായിരുന്നു കാരണം? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ആരായിരുന്നു? നമ്മുടെ പൂക്കോട്ടൂര് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹത്തിനെ മോഷണ കുറ്റം ആരോപിച്ച് പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെ തുടർന്ന് ആദ്യം ഇവിടെ തിരൂരങ്ങാടി, പിന്നീട് പൂക്കോട്ടൂര്, പാണ്ടിക്കാട് തുടങ്ങിയവിടങ്ങളിൽ പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. വാഗൺ കൂട്ടക്കൊല അറിയാലോ. വാഗൺ കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടുള്ള ദാരുണ സംഭവമാണ്. അതിന്റെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പഠിച്ച് ഹിച്ച്കോക്ക് ആയിരുന്നു. ഓക്കെ, കാര്യം മനസ്സിലാക്കുക. തിരൂരിൽ നിന്ന് മലബാറിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ കാര്യം കൃത്യതയോടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് വരാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കൃത്യതയോടെ മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നത്? അയിത്ത ജാതിക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനം പാടില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ദേശീയ പ്രസ്ഥാനം ശക്തിയാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്ന ജാതിപ്പെട്ടവർക്ക് എന്ത് ചെയ്ത് സഞ്ചരിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല. അപ്പൊ ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാ? TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ചത് ആരുടെ മധ്യസ്ഥതയിലാ? മഹാത്മാഗാന്ധിയുടെയാണ്. ഇനി 1925 നവംബർ 23 25 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങൾക്കൂടുള്ള റോഡുകൾ ഇടയ്ക്കേ നട ഒഴികെ 3 വർഷത്തിലൂടെ എല്ലാ ഹിന്ദു മതത്തിലുള്ള വിഭാഗങ്ങൾക്കും തുറന്നു കൊടുത്തു. സോ ഇനി ഇവിടെ സവർണ ജാതിയെ പറ്റി കൊടുത്തിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇതാണ് സവർണ ജാഥ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്കിതിന് അനിമേഷനായിട്ടൊന്ന് പഠിച്ചാലോ? നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് 1924-25 കാലഘട്ടത്തിലാണ്. സോ നോക്കാം, കേരളത്തില് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സമരമായിരുന്നു. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ വിലക്കുണ്ടായിരുന്നു.
സോ ഇനി എന്നാണ് ഇത് ആരംഭിച്ചത്? 1924 മാർച്ച് 30-നാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ. ഇനി നോക്കാം, ഇനി മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ സമരം അവസാനിച്ചത് എന്നാണ്? 1925 നവംബർ 23-ന് ക്ഷേത്രത്തിന്റെ 3 നടകളിലും എന്ത് ചെയ്യാം, പ്രവേശനം ഉണ്ടായിരുന്നു. കിഴക്കേ നടയിൽ പ്രവേശനം ഇല്ലായിരുന്നു. മനസ്സിലാക്കണേ. സവർണ ജാതി നോക്കാം. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് എവിടെ നിന്ന്? വൈക്കം മുതൽ തിരുവിതാംകൂർ വരെ സവർണ ജാഥ നടത്തി. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്തതിലെ നിവർത്തനം എന്ന കാര്യത്തിലേക്ക് വരാം. ഈ ഒരു ടേബിള് ആരും അങ്ങനെ വായിക്കാത്തൊരു ടേബിൾ ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കണേ. നിവർത്തനം എന്ന കാര്യമാണ് പറയുന്നത്. സിവിൽ നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ചു കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, സിവിൽ നിയമ ലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ചു കാണിക്കാനാണ് ഈ പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേര് നൽകിയത് IC ചാക്കോയാണ്. ഒരു ഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് വരാം. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ്. 1936 നവംബർ 12-ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. മനസ്സിലാക്കണേ. ഇനി എന്താണ് ഇതിന്റെ അനിമേഷൻ ഒന്ന് നോക്കിയാലോ. 1932 നിവർത്തനം. സോ നിവർത്തനം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? സിവിൽ നിയമ ലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് ഉപയോഗിച്ച ഒരു പേരാണ്. ഈ പേര് നൽകിയത്, അപ്പൊ ഈ പേര് നൽകിയത് ആരാ? IC ചാക്കോയാണ്. IC ചാക്കോയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ക്ഷേത്രപ്രവേശനത്തിന്റെ അനിമേഷൻ ഒന്ന് നോക്കിയാലോ. 1936-ലാണ്. സോ ഈ 36 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നു. സോ അത് ആരായിരുന്നു? എല്ലാ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12 ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇനി എന്താണ് ഇതിനെ മഹാ അത്ഭുതം എന്ന് ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കീഴൂർ ബോംബ് കേസ് എന്താണെന്ന് നോക്കാം. കിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കീഴൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. അപ്പോൾ ഓർക്കുക, എവിടാണ്? കിറ്റ് ഇന്ത്യ സമരകാലത്താണ്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അവിടെയാണ് എന്ത്? നമ്മുടെ കൊയിലാണ്ടിക്ക് അടുത്തുള്ള കീഴൂരിൽ വെച്ചാണ് ഈ ബോംബ് നിർമ്മിച്ചത്. വിവിധ ഇടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് എന്ത് ചെയ്ത? ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. 1942 നവംബർ 17-നായിരുന്നു ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചുകൊണ്ട് സ്ഫോടനങ്ങൾ നടന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോനെ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷുകാർ പിടികൂടുകയും കഠിന തടവ് ശിക്ഷിക്കുകയും ചെയ്തു. അല്ലേ? സോ ഇനി നമുക്ക് പുന്നപ്പറ വയലാർ സമരം ഒന്ന് നോക്കാം. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആലപ്പുഴയിലെ പുന്നപ്പറയിലും വയലാറിലും നടന്ന സമരമാണ്. അതുകൊണ്ടാണ് ഇതിനെ പുന്നപ്പറ വയലാർ സമരം എന്ന് പറയുന്നത്. സോ ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? 1946 കർഷകരും തൊഴിലാളികളും ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. മനസ്സിലായോ? ഇനി നമുക്ക് അതിന്റെ അനിമേഷൻ ഒന്നും പഠിക്കാം. ഓക്കെ, കീഴൂർ ബോംബ് കേസ് 1946 എന്തിനെ തുടർന്ന്? കിറ്റ് ഇന്ത്യ സമരകാലത്ത് നടന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. സോ നടന്ന സ്ഥലം കീഴൂര്, കൊയിലാണ്ടിക്ക് സമീപം കോഴിക്കോട്. ഈ ജില്ല പഠിക്കണേ, കോഴിക്കോടാണ് കീഴൂർ ബോംബ് കേസ് ഉണ്ടാകുന്നത്. സോ ഇനി അടുത്തത്, ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുക എന്നായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ബോംബ് പൊട്ടിച്ചത് ഇതിന്റെ ഒരു സ്ഫോടനം നടന്ന 1942 നവംബർ 17-നാണ്. ഇനി എന്താണ്? പ്രധാന പ്രതി ആരാ? KB മേനോനാണ് പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് കഠിന തടവും ലഭിച്ചു. സോ കാര്യം കൃത്യതയോടെ മനസ്സിലാക്കുക. ഇനി നമ്മൾ പുന്നപ്പറ വയലാർ സമരം വർഷം 1946-ലാണ്. സോ വർഷം നടന്ന് ഇനി സ്ഥലം എവിടെയാണ്? പുന്നപ്പറ വയലാർ ആലപ്പുഴ ജില്ലയിലാണ്.
സോ നേതൃത്വം നൽകിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഓർക്കുക. ഇനി പങ്കെടുത്തവർ കർഷകരും തൊഴിലാളികളുമാണ്. എന്തായിരുന്നു സർ CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു സമരം നടന്നത്. കൃത്യതയോടെ മനസ്സിലാക്കണേ. ഇനി നോക്കാം അടുത്തത്. ഈ ഒരു ടേബിൾ ആരും അങ്ങനെ കാണാത്തയാണ്. കുഞ്ഞിക്കാവമ്മ എന്ന ഒരു സമര നായികയെ പറ്റിയാണ് പഠിക്കുന്നത്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച സമയത്ത് 1920 കേരളത്തിൽ വന്നത് ഗാന്ധിജി. ആ സമയത്ത് സ്വർണ്ണ നൂലിൽ കോർത്ത തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിപ്പിച്ചു. ഇതിന്റെ ഉപഹാരം സ്വീകരിക്കുമ്പോൾ ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന പ്രതിജ്ഞ ചെയ്യണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. ആ പ്രതിജ്ഞ ജീവിത അവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായിട്ട് നിരവധി ജയിൽവാസം വഹിക്കുകയും ചെയ്തിട്ടുള്ള സമര നായികയാണ് കുഞ്ഞിക്കാവമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1938 കേരള പ്രദേശ് കോൺഗ്രസിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവയിൽ സജീവമായിരുന്നു. ഇനി നമുക്ക് അതിന്റെ അനിമേഷൻ നോക്കിയാലോ. 1938. സോ 1938 അവിടെ എന്താണ് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. കുഞ്ഞിക്കാവമ്മയെ പറ്റിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഗാന്ധിജിക്ക് സ്വർണ്ണ നൂലിൽ കോർത്ത തുളസി മാല മകനെയും കൊണ്ട് സമർപ്പിച്ചു. ഇനി അടുത്ത എന്താണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ജീവിത അവസാനം വരെ ഖാദി വസ്ത്രം ധരിക്കാനായിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ എന്ത് ചെയ്യോ? 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ ഹരിജനോദ്ധാരണം, അതുപോലെ ഖാദി പ്രചരണം എന്നിവയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സമരനായികയാണ് കുഞ്ഞിക്കാവമ്മ എന്ന് പറയുന്ന സമരനായിക കേരളത്തിലെ. അടുത്തതിലേക്ക് വരാം. കൊതിക്കല്ല്. ഓക്കെ, കൊതിക്കല്ല് എന്താ? തിരുവിതാംകൂർ അല്ലെങ്കിൽ കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു കല്ലാണ്. ഓക്കെ, കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെ ബോർഡറിൽ വരുന്ന ഒരു കല്ലാണ് എന്ത് നമ്മുടെ കൊതിക്കല്ല് എന്ന് പറയുന്നത്. സോ അതെന്താണെന്ന് കൃത്യതയോടെ ഒന്ന് മനസ്സിലാക്കുക. നോക്കുക, കൊച്ചിയും പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ? തിരുവിതാംകൂറും. അങ്ങനെയാണ് ഈ ഒരു കല്ല് വന്നത്. അതിർത്തി കല്ലെന്ന് പറയാം. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. കൗമുദി ടീച്ചറിനെ പറ്റിയാണ്. വടകരയിൽ ഗാന്ധിജി എത്തുന്ന സമയത്ത് കേട്ടോ, വടകരയിൽ സമ്മേളനത്തിൽ ഗാന്ധിജി എത്തിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്ത? ഗാന്ധിജിക്ക് സ്വർണ്ണ വളയും കമ്മലും ഊരിക്കൊടുത്ത സമര നായികയും കൂടിയാണ് പിൽക്കാലത്ത് കൗമുദി ടീച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ അതുകൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പന്റെ ജാതി കുമ്മി എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നാൽക്കാലികളെക്കാൾ താഴെയാണോ ഈ കാണും മനുഷ്യ സോദരെ എന്ന് തുടങ്ങുന്ന ഗാനം ഏതിനകത്ത് നിന്നാണെന്ന് ചോദിക്കാം. അതേതാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ ജാതി കുമ്മി എന്ന് പറയുന്ന കവിതയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിലെ വരികളാണ്. സോ ഈ കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായോ? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയുക, ഉറപ്പായിട്ടും പറയുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ചെയ്തുവരത്തുള്ളൂ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഇതിന് പിന്നിൽ കുറേ സമയമെടുത്ത് കുറേ അനിമേഷൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഡിസൈൻ എല്ലാം ചെയ്തിട്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ നിങ്ങൾ അത് റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ എനിക്കിത് വീഡിയോ ചെയ്യാനുള്ള തോന്നത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഓക്കെ, ബെറ്റർ ആക്കണം, ഏത് രീതിയിൽ ബെറ്റർ ആക്കണം എന്ന കാര്യം കൂടെ ഉൾപ്പെടുത്തുക. ഇതിൽ കൂടുതൽ കണ്ടന്റ് ഉൾപ്പെടുത്തണോ എന്ന കാര്യം കൂടെ ഉൾപ്പെടുത്തുക. ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തണം, എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങൾ അഭിപ്രായം പറയുക കേട്ടോ. സോ ജസ്റ്റ് കണ്ടുപോകാതെ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക. ഓക്കെ, താങ്ക് യു. ഇതുപോലത്തുള്ള വീഡിയോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോയിലോട്ട്